നമസ്കാരം. ഇറ്റ്ഫോക്ക് 2020 നാടകക്കാഴ്ചകളിലേക്ക് എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും ഹൃദയംഗമമായ സ്വാഗതം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാടകങ്ങളുടെ വ്യത്യസ്ത മുഖങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2020 അതിൻ്റെ യാത്ര 6-ാം ദിനത്തിലും തുടരുകയാണ്. 6-ാം ദിനത്തിൽ 3 നാടകങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 5-ാം ദിവസം അവതരിപ്പിച്ച നോ റെസ്റ്റ് ഇൻ ദ കിങ്ഡം എന്ന ഇംഗ്ലീഷ് നാടകവും അതോടൊപ്പം ഐസ് അനദർ റിംബോദ് ഇൻ ആഫ്രിക്ക എന്ന നാടകവും 6-ാം ദിനത്തിലും അവതരിപ്പിക്കപ്പെടുന്നു. 6-ാം ദിനത്തിലെ വ്യത്യസ്തമായ മറ്റൊരു നാടകം വീണ്ടും ഭഗവാന്റെ മരണം എന്ന മലയാള നാടകമാണ്. സ്വന്തം കോങ്കണ്ണ് മാത്രം കാണുന്നില്ല. മറ്റുള്ളവരെ അറിയാമെന്നവർ പറയുന്നു. പക്ഷേ സ്വന്തം കൂടല സംഗമദേവനെ മാത്രം അറിയുന്നില്ല. കയറി വരാം. വാതിലടയ്ക്കാറില്ല. പൂച്ച വരുന്നതറിയാൻ കഴിയുന്നില്ലെങ്കിൽ തത്തയെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ചിട്ട് എന്ത് ലാഭം? നിങ്ങൾ പരിഭ്രമിക്കേണ്ട കേട്ടോ. ഞാനിങ്ങനെയാണ്. ഇടയ്ക്കിടെ ബസവേശ്വരന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഇരിക്കൂ. നിനക്ക് ഭഗവത്ഗീത കത്തിക്കണം അല്ലടാ. ആന അങ്കുശത്തെ ഭയക്കുമോയ സിംഹനഖമാണെന്നതല്ലാതെ ഞാൻ ഈ ബിച്ചുടനെ പേടിക്കുമോയ ദയാവാരിധിയായ നിന്നെ അല്ലാതെ കൂടല സംഗമദേവ. നിന്റെ കൊള്ളനായ മകൾക്ക് ദൈവത്തിനെ കൂട്ടുപിടിച്ചു. മകനെ, രക്തം മാത്രം കുടിക്കുന്ന പശുക്കളാണ് മതങ്ങളെല്ലാം. നിനക്കറിയാമോ, ജാതിയിൽ താഴ്ന്നവന്റെയും അധികാരമില്ലാത്തവന്റെയും പണമില്ലാത്തവന്റെയും രക്തം മാത്രമേ അത് കുടിക്കൂ. നീ ഒരു ദളിതയെ വിവാഹം കഴിച്ചാൽ നിന്റെ മതം അവളുടെ രക്തം കുടിക്കും. ഒരു ബ്രാഹ്മണിയെ കഴിച്ചാൽ അത് നിന്റെ രക്തം കുടിക്കും. ഇന്നലെ ബസവണ്ണ, ഇന്ന് ഞാൻ, നാളെ നീ. കൂടല സംഗമദേവ.
ഒരു നമ്മളാ ശരിയാവുന്നില്ല. കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ഫീല് പോലും കിട്ടുന്നില്ല. നിങ്ങൾ രണ്ടും ഇതിന്റെ ക്യാരക്ടർ മിസ് ചെയ്യുന്നു. രണ്ടുപേർക്കും മിസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ ഭഗവാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അഹിംസയുടെ, നന്മയുടെ, സമാധാനത്തിന്റെ ഒക്കെ പ്രതീകമാണ്. നമ്മളെ റോൾ മോഡൽ മഹാത്മാഗാന്ധി. അപ്പം ഇദ്ദേഹത്തിന് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു റീഡിംഗ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ റീഡിംഗ് ഉള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പവറുണ്ട്. കാരണം അവർ പറയുന്ന ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഗുഹേന്നൊക്കെ വരുന്ന ഒരു മുഴക്കമുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യണം. ഇതൊരു അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഇങ്ങനെ നഷ്ടപ്പെടും. ഇപ്പൊ എന്തുപറ്റി, വീണ്ടും സ്മോക്കിംഗ് ഉണ്ടോ? ഇല്ല, സാറ് പറഞ്ഞ തൊട്ടിട്ടില്ല. വേണ്ട, അത് വേണ്ട. ഒരു കാര്യം ചെയ്യും, നന്നായിട്ടൊന്ന് ഗാർഗിൾ ചെയ്ത് നോക്ക്, എന്നിട്ട് നോക്കാം. കാരണം ഒരു പിടുത്തം വരുന്നു. മാക്സിമം വേറെ സജഷൻ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല, ഞാൻ പറയാം എന്തെങ്കിലും ഉണ്ടേ. വരൂ. എങ്ങനെയുണ്ട് അമര ചെയ്തിട്ട്? കുഴപ്പമൊന്നുമില്ല സാർ. കുഴപ്പമാണ്, നമ്മളിവിടെ നിന്ന് കാണുമ്പോഴറിയാം കുഴപ്പം. ഈ അമര എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സുപ്രഭാതത്തിൽ തോക്കുമെടുത്തിട്ട് ഭഗവാനെ കൊല്ലാറിയ ആളല്ല. അപ്പൊ ആദ്യം ഭഗവാനെ കാണുമ്പോൾ ഒരു ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ടെങ്കിലും ഈ തോക്കെടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ ആ ചിന്തകൾ കടന്നു പോകും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് സാർ. എന്താണ് മോട്ടിവേഷൻ? ഭഗവത്ഗീത കത്തിക്കണമെന്ന് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. യെസ്, വേറെ ഗുരുതിലെ മല്ലപ്പേടനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതെ. അതുമല്ല, ഞാൻ ഇങ്ങനെ കൊന്നിട്ട് ചെല്ലുമ്പോൾ എന്നെ കാത്തന്റെ കാമുകി കാവേരിയുടെ റെയിൽവേ സ്റ്റേഷൻ പോകണം. ഇതെല്ലാം തോക്കെടുക്കുന്ന സമയത്ത് മനസ്സിലൂടെ മിന്നി പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഉള്ളിൽ ആ ഫീല് കിട്ടുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന അമരയ്ക്ക് ഫീല് കിട്ടിയാലേ കാണുന്ന ഓഡിയൻസിന് അത് കിട്ടും. ഇത് ഞാൻ പറയില്ലേ, ഈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു ആ ഒരു ഫീലാണ്. ഈ സീൻ ചെയ്തോണ്ട് സാർ ഇന്നലെയൊക്കെ ഓക്കെ ആയിരുന്നല്ലോ സാർ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ കിട്ടും സാർ. കണ്ടിച്ചിന്റെ പ്രശ്നമല്ലല്ലോ അത്. അല്ല സാർ, ഇത് ക്യാരക്ടർ മിസ് ചെയ്യുന്നത് അതാണ് പ്രശ്നം. അത് മറ്റു നമ്മൾ ചെയ്യാൻ പറ്റും. സ്റ്റേജ് മാനേജ് എവിടെ? റജു, ഈ സീൻ മാറ്റിയിട്ട് ഇതിന്റെ തൊട്ട് മുമ്പുള്ള സീൻ ഉണ്ടല്ലോ, തൊട്ട് മുമ്പുള്ള അതിന്റെ സീൻ സെറ്റ് ചെയ്യും. അത് ചെയ്യാൻ കിട്ടും. നോക്കാം, അത് കത്തനെ കത്തി ശ്രീരാമൻ സാർ, നമ്മള് ഈ ഒരു ലൈഫ് പാറ്റേൺ അല്ല ഇപ്പൊ നമ്മൾ ചെയ്തതേ. ഒരു മെലോഡ്രാമ ഇപ്പൊ കിടന്നത്. നമുക്ക് വേണ്ടത് ഈ ഭഗവാൻ ആ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ വേണം. മറ്റേ വേണ്ട, അത് മാറ്റി വേണം. ഇപ്പൊ ഈ അടുത്ത വല്ലപ്പേട സീനാണ് സ്പെഷ്യൽ ലൈറ്റ് അവിടെ നിന്ന് അനങ്ങടേ. അയ്യടാ, നമ്മുടെ ചാൻസാണ്. നിങ്ങൾ കണ്ടാ കണ്ടടാ, കഴിഞ്ഞ മാസം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീമായിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു നാടകം കളിച്ചു. നാടകം വെച്ച് ഇപ്പൊ നമ്മൾ ചെയ്ത നാടകമല്ല, സെയിം. ഒരാൾ വരുന്നു, ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു, കൊല്ലുന്നു. നിങ്ങളിപ്പോൾ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. നാടകം കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരെല്ലാവരും കൂടെ സ്റ്റേജിലോട്ട് കയറുന്നു. ഭയങ്കര അഭിനന്ദനം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റവരാരും മൈൻഡില്ല. പക്ഷെ അതുപോലെയാണ് ഈ നാടകത്തിന് വരുമ്പോഴേ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണേ ഇല്ല. അതെ, എല്ലാവർക്കും തോന്നില്ല. എനിക്ക് തോന്നി കണ്ടോ, അതിന് ആ ക്യാരക്ടർ ഡെപ്ത് അതാണ് അത് കിട്ടണേ ഇല്ല. ഡെപ്ത് കിട്ടാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ക്യാരക്ടർ രണ്ടുപേരും കൂടെ തരട്ടാം, ചെയ്യൂ. അങ്ങനെയല്ല പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അത് 2 സീനാണ് ബ്ലോക്ക് ചെയ്തത്. അതിന് നിങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടെടുത്ത് സാധനത്ത് പറഞ്ഞ സാധനം കയറ്റിക്കളയും. അങ്ങനെ മാനിയും തിരിഞ്ഞും ചെയ്യണ്ട കേട്ടാ. നീ എത്ര നാളെ കാട്ടിയിട്ടുണ്ട്? ആ 2 നാളെ ചെയ്തിട്ടുള്ളൂ. ആദ്യം മുട്ടിരിക്കാൻ സേന ചെയ്യാൻ വേണ്ട. കഴിഞ്ഞ നാടകത്തിന് ഡയലോഗ് മൊത്തം പറഞ്ഞ സ്റ്റേജിൽ ഞാൻ സ്പോട്ട് കണ്ടായിരുന്നു. ഇംപ്രൈസ് ചെയ്തിട്ട് കൊടുത്തു. കുഞ്ഞറിഞ്ഞില്ലല്ലോ. ഒന്നുകൂടെ തള്ളി അപ്പുറത്ത്
കഥ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, ഇതൊരുമാതിരി ഒരു പക്ഷത്തിന്റെ കഥ പറയുന്നതാണോ? ഒരു പക്ഷം ഭഗവാന്റെ ഭാഗത്ത് നന്മയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നും പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ മൊത്തം എന്താ വർഗീയവാദിയാണോ? അവര് നല്ലവരൊന്നുമില്ല. എല്ലാവരുടെ കൂടാതെ കുറ്റമർത്തിനായിരിക്കും. ചർച്ച ഇവിടെ എനിക്ക് ഒരു പരാതിയുണ്ട്. നമ്മൾ ഇപ്പോൾ കയറി ഈ സാമൂഹ്യ വിഷയത്തിൽ കയറി തലയിടേണ്ട കാര്യമേ ഇല്ല. ആവശ്യത്തിലൊക്കെ കൂടുതലൊക്കെ മാനസിക സംഘർഷം നമുക്കിവിടെ ഉള്ളപ്പോൾ എന്താണ് ചേട്ടാ നിങ്ങൾക്ക് ഇത്രയും വലിയ മാനസിക സംഘർഷം? നമ്മുടെ ഈ നാടകം എന്ന് പറയുന്നത് അത് ഒരു കഥാപാത്രത്തിൽ സെന്റിയറായിരിക്കും. അതായത് ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ, ഈ ദ്വീപിലോ മറ്റോ ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ. പക്ഷെ നമ്മുടെ ഈ കിങ്കിടുക്കിന്റെ സിനിമ കേട്ടോ, അയാൾ അവിടെ അനുഭവിക്കുന്ന മാനസിക വ്യതകൾ, യാതനകൾ, അതിലൂടെ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം, വികാസനം, ഇതൊക്കെയാണ് നമ്മളൊരു തിയേറ്ററിലൂടെ നമുക്ക് പ്രേക്ഷകന് കൊടുക്കേണ്ടത്. ഇതൊരുമാതിരി ഈ മാനസിക പരിവർത്തനം സംഭവിക്കുന്ന ഈ വികസിക്കുകയൊക്കെ ചെയ്യണം നടൻ നിങ്ങളാണ്. സോളോ പെർഫോമൻസ് ആണ് ഉദ്ദേശിച്ചത്. എടാ, എന്നിട്ട് വേണമെങ്കിൽ ഇതിന്റെ വീഡിയോ കൊണ്ട് ഇന്നാട്ടിലുള്ള എല്ലാ സിനിമാ സംവിധായകന്മാരെ വീട്ടിൽ കയറി ഇറങ്ങി അവന്മാരെ തള്ളക്കി വിളിക്കുക. എന്റെ പൊന്നണ്ണ, സിനിമയ്ക്ക് വേണ്ടി നാടകത്തിന് ചവിട്ട് പടിയാക്കണം നിങ്ങളെപ്പോലുള്ളവരാണ് നാടക പ്രസ്ഥാനത്തിന് ശാപം. അതൊക്കെ പോട്ടെ. നീ കഴിഞ്ഞ ആഴ്ച പോയ ആ സിനിമയുടെ ഓഡിഷൻ എന്ത്? അത് പറയാൻ പറഞ്ഞു. നായിക്ക് പൊക്കോണ്ട് എനിക്ക് പൊക്കോല്ല. എനിക്ക് നാടകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പാരമ്പര്യം. കുഞ്ഞുനാളിൽ ഞാൻ കണ്ട ചരിത്ര നാടകങ്ങളും ഇതിഹാസ നാടകങ്ങളും ഒക്കെ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ തന്നെ നിൽക്കുക. മാനവരാശിയുടെ മുഴുവൻ ജീവിതവും ഓരോ വ്യത്യസ്ത പ്രായത്തിലുണ്ടായ വ്യത്യസ്ത ചിന്തകളും വ്യക്തമായി കോറിയിടുന്ന ഉപനിഷത്തിലേക്കും ചരിത്ര നാടകങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അല്ലാതെ നമ്മുടെ സംസ്കാരമായിട്ട് ഒരു തരത്തിൽ യോജിക്കാത്ത ഒരു ഭഗവാന്റെ കഥ. നീ എന്താണ് പറഞ്ഞത്? എടാ, നിങ്ങൾ എല്ലാവരും പിന്നീട്ട് വഴികൾ മറക്കുന്നവരാ. നമ്മളെങ്ങനെ നമ്മളായെന്ന് നിങ്ങൾ ബോധപൂർവ്വം വിസ്മരിക്കാൻ ശ്രമിക്കുന്നു. എടാ, നമുക്ക് പറയുന്നത് ഇതൊന്നും അല്ല. നമുക്ക് പറയേണ്ടത് വിപ്ലവങ്ങളും രക്തസാക്ഷികളും വേണം. അവരുടെ ധീരഗാഥ ഇങ്ങനെ തലമുറ തലമുറയായി കെടാതെ പകർന്നു നൽകണം. Oh God! നിങ്ങൾ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ വക ചവറ സാധനങ്ങളല്ല ഈ ആൾക്കാർക്ക് വേണ്ടത്. കാഞ്ചനമാല മൊയ്തീൻ, ലൈല മജ്നു, something like that. ഈ ടൈറ്റാനിക് ഒക്കെ നമ്മൾ നാടകമാക്കേണ്ടത്. നാടകം ടൈറ്റാനിക് എന്താണ് നിങ്ങൾ പറയുന്നത്? നേരെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്നല്ല നാടകം ചെയ്യേണ്ടത്. സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടി നാടകങ്ങൾ ചെയ്യണം. ഒരുമാതിരി അർക്കം വേണ്ടാത്ത കുറെ കാര്യങ്ങള്. അവള് വീണ്ടും വന്നു ജാതി പറഞ്ഞോണ്ട് ഫാമിലിക്ക് എന്റെ സംഘത്തെ പറ്റി ഞാൻ നിങ്ങളോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എത്തിയാ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറായിട്ട് നിൽക്കണം. മറ്റു കാര്യങ്ങളും ഒന്നും ഇവിടെ സംസാരിക്കാനുള്ള സമയമില്ല. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പറയണ്ട. വേറെ നാടകമൊന്നും കിട്ടാനിട്ടല്ല ഈ നാടകം സെലക്ട് ചെയ്തത്. ഈ കാലത്ത് ഇതല്ലാതെ വേറൊരു നാടകം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ്. അല്ല, നിങ്ങളിവിടെ കുറെ നേരമായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തത്. ആരെങ്കിലും ഈ നാടകത്തിനെ കുറിച്ച് സംസാരിച്ചു? നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന നാടകത്തിനെ കുറിച്ച് അതിലൊരു സീൻ എങ്ങനെ നന്നാക്കാം, ഒരു ക്യാരക്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചു? അല്ല, ആരാണ് ഭഗവാൻ? ഒരു കളവൻ. ഒരു കിളവൻ. മരിക്കാറായ ഈ വൃദ്ധരേക്ക് ആരാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത് അറിയോ? ഒരായുഷ്കാലം മുഴുവൻ സ്ഫുടം ചെയ്തെടുത്ത ജീവിതാനുഭവങ്ങളിലൂടെ യുവാക്കളെ ജാതിക്കും മതത്തിനും എതിരായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന കുറ്റത്തിന്. നിങ്ങൾക്കറിയോ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലഹളകൾ ഉണ്ടാകുന്നത് ജാതിക്കോ മതത്തിനോ പെണ്ണിനോ പണത്തിനോ വേണ്ടിയല്ല,
അധികാരത്തിന് വേണ്ടിയാണ്, അധികാരത്തിന് വേണ്ടി മാത്രം. ജനങ്ങൾക്കെല്ലാം ജാതിയും മതവും നൽകി പല തട്ടുകളായി ധ്രുവീകരിച്ച് അധികാരക്കളി നടത്തുകയാണ് ഭരണാധികാരികൾ. ഇതിനെതിരെ പ്രതികരിക്കുന്നവരും വെടിയുണ്ടകളാൽ നിശബ്ദരാക്കപ്പെടും. പിറന്ന നാട്ടിൽ സ്വന്തം പൗരത്വം തെളിയിക്കാൻ ഓരോ ഭാരതീയനും നെട്ടോട്ടമോടുമ്പോൾ, തെരുവുകളിലും ക്യാമ്പസുകളിലും നിലയ്ക്കാതെ വെടിവെച്ചുകൾ മുഴങ്ങുമ്പോൾ, അരങ്ങിലെ ഓരോ കഥാപാത്രവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വെടിയുണ്ടകളായി പ്രേക്ഷക മനസ്സിലേക്ക് ചിതറിച്ചരിക്കണം. അത് നാടകക്കാരന്റെ കർമ്മമാണ്, നാടക കലാപമാണ്. സോറി. അല്ല, ഇപ്പൊ ഇതിനാ മ്യൂസിക് സാർ ഇത് മല്ലപ്പയുടെ സീനിലുള്ള ഒരു തീം മ്യൂസിക് ഇട്ട് നമ്മളത് തീം മ്യൂസിക്കായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. മാറ്റാം സാർ, മാറ്റും. അതിന് എപ്പോ എടുത്തിട്ട് അല്ല, അറിയാൻ പറ്റിപ്പോ കൈ തട്ടി. 2018 പ്രളയം കേരളത്തിലെ തകർത്ത സമയത്ത് തന്നെ നവകേരള സൃഷ്ടിയിൽ ഭാഗമാക്കായിക്കൊണ്ട് ആദ്യമായിട്ട് കലകളിലൂടെ കൈത്താങ്ങാകുന്ന ഉദ്ദേശത്തിൽ ഈ പ്രസ്തുത ഷോ ഞങ്ങൾ തിരുവനന്തപുരത്തിന് അവതരിപ്പിക്കുകയും അങ്ങനെ 50,000 രൂപ കളക്ട് ചെയ്ത് ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തു. കലകളിലൂടെ ആദ്യം കൈത്താങ്ങായതും നാടകം വഴി, ഭഗവാന്റെ മരണം വഴി ഞങ്ങൾ കനൽ സാംസ്കാരിക വേദിയാണ്. അങ്ങനെ വളരെ സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഇറ്റ്ഫോക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇറ്റ്ഫോക്കിൽ വരുമ്പോൾ എല്ലാ നാടകങ്ങളും, പലതരം നാടകങ്ങൾ നമുക്ക് ഇറ്റ്ഫോക്കിൽ കാണാൻ പറ്റും. വിദേശ നാടകങ്ങൾ, ഇന്ത്യയിലുള്ള പ്രധാന നാടകങ്ങൾ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും ഇത്ര ഒരു നാടകം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ വളരെ ഒരു സന്തോഷമെന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല, ഉന്മാദത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിഴലുകളിൽ തപ്പി 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 ഉണർത്തി ശബ്ദങ്ങൾ. മഴവും മരവും ഒരുമിച്ച് ചുട്ടെടുത്ത് ആകാശത്തെ എറിഞ്ഞു പിടിക്കുന്നു കൽപ്പണിക്കാർ. മഴവും മരവും ഒരുമിച്ച് ചുട്ടെടുത്ത് ആകാശത്തെ എറിഞ്ഞു പിടിക്കുന്നു കൽപ്പണിക്കാർ. മഴവും മരവും ഒരുമിച്ച് ചുട്ടെടുത്ത് ആകാശത്തെ എറിഞ്ഞു പിടിക്കുന്നു കൽപ്പണിക്കാർ. ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ടെക്നിക്കൽ ഡയറക്ടറായി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ 6ാമത്തെ തവണയാണ് ഞാൻ ഇത്തരമൊരു സ്ഥാനം വഹിക്കുന്നത്. പ്രധാനമായിട്ടും വരുന്ന നാടകങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് എൻ്റെ ടീമിൻ്റെ ചുമതല. ഞങ്ങൾ ഒരു വലിയ ടീമാണ്, ഒരു 30 പേരടങ്ങുന്ന ഒരു സംഘമാണ്. പ്രത്യേകിച്ചും ലൈറ്റ്, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോപ്സ്, അതോടൊപ്പം തന്നെ സെറ്റ്, സൗണ്ട്, പ്രൊജക്ഷൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളെയും ഏകോപിപ്പിച്ച് അത് കൃത്യമായിട്ട് ഷോയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ചുമതലയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത്തവണത്തെ ഫെസ്റ്റിവലിൽ പ്രധാനമായിട്ടും 7 ഇൻ്റർനാഷണൽ നാടകങ്ങളാണുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് നാഷണൽ മലയാള നാടകങ്ങൾ ഉൾപ്പെടെ 19 നാടകങ്ങളാണ്. പ്രധാനമായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റ നൈറ്റ് കൊണ്ട് 3 നാടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കേണ്ടത്. വരുന്ന സംഘത്തെ കൃത്യമായിട്ട് തന്നെ അവരുമായിട്ടുള്ള ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനെ കുറിച്ച്, അതിൻ്റെ ടെക്നിക്കൽ റൈഡറിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തിയതിന് ശേഷം ഓരോ മേഖലയും വേർതിരിച്ച് വിട്ടിട്ട് വളരെ പെട്ടെന്ന് അവർക്ക് അനുവദിക്കുന്ന ഒരു ടെക് റണ്ണിന് അനുവദിക്കുന്ന ഒരു സമയത്തിനുള്ളിൽ എല്ലാ സജ്ജീകരണങ്ങളും നടത്തുക എന്നുള്ളത്. അതിന് ഓരോ വെന്യൂസിലും സ്റ്റേജ് മാനേജർ, അസിസ്റ്റൻറ്റ് സ്റ്റേജ് മാനേജർ, ടെക് അസിസ്റ്റൻറ്റ്, സ്റ്റേജ് ഹാൻഡ് അടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരിക്കും.
പ്രവർത്തിയായിരിക്കും. ഇവരായിരിക്കും വളരെ കൃത്യമായിട്ട് ഈ വരുന്ന സംഘത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സിനനുസരിച്ച് വളരെ പരിമിതമായ സമയം കൊണ്ട്, അത് ചിലപ്പം ഒരു ഫുൾ നൈറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന ഷോയ്ക്കുള്ള ഒരു സംഗതി നമ്മൾ തയ്യാറാക്കുന്നത് തലേ ദിവസം ഒരു ഷോ കഴിഞ്ഞ് ഒരു ടീം പുറത്തിറങ്ങുന്ന സമയത്താണ് നമ്മൾ അടുത്ത സംഘത്തിന് അതേ വെന്യൂവിൽ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടി വരിക. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം എൻ്റെ നാട്ടുകാരെക്കുറിച്ചാണ്, എൻ്റെ തൃശ്ശൂർക്കാരെക്കുറിച്ചാണ്. ഇത്രമാത്രം കാര്യങ്ങൾ, സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, അതിൻ്റെ പരിപൂർണ തീഷ്ണതയോടുകൂടി കലാസൃഷ്ടികൾ കണ്ടിരിക്കാനുള്ളൊരു പ്രത്യേകത, കലയോടുള്ള വാത്സല്യം, സ്നേഹം, ആദരവ്, അതെല്ലാം തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക അവസ്ഥയാണ് ഇവിടെ ധരിപ്പിക്കുന്നത്. അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഇറ്റ്ഫോക്ക് എല്ലാം കൊണ്ടും ഒരു പുതിയ നാടക സങ്കല്പത്തിനെ വാർത്തെടുക്കാൻ പ്രാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു നാടക സങ്കല്പം പുതിയ തലമുറകൾക്കും ഉണ്ടാകട്ടെ.